പുല്ലുവെട്ടി യന്ത്രത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് രണ്ടായി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു. 10 വയസ്സുകാരനായ ആലക്കോട് സ്വദേശി ആൽബിൻ സാജുവിന്റെ വലതുകൈയാണ് പുല്ലുവെട്ടി യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴയ്ക്ക് മുകളിൽ വെച്ച് രണ്ടായി മുറിഞ്ഞുപോയത്. പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മൈക്രോവാസ്കുലാർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആശ്രമിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബൻ ആശ്രമിംസിൽ എത്തിച്ചേർന്നത്. മണ്ണും അഴുക്കും മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം തന്നെ ഗുരുതരമായി പരിക്കുപറ്റിയ കൈത്തണ്ടയിലെ 2 അസ്ഥികൾ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി സംഘത്തിന്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിയോജിപ്പിക്കുന്ന സർജറി ആരംഭിച്ചു. 2 ധമനികളും 5 സിരകളും 3 ഞരമ്പുകളും 20 സ്നായുക്കളുമാണ് സങ്കീർണമായ സർജറിയിലൂടെ വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത്. ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര HS പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ നിബു കുട്ടപ്പൻ, ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ഡോക്ടർ സുഹാസ്, എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് എന്നിവരുമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.